ആരെങ്കിലും പ്രതീക്ഷിച്ചോ മോദി ഗവൺമെന്റിന്റെ മൂന്നാം ടേമില് UGCയുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇതേപോലെ അപ്പർ കാസ്റ്റ്, അതായത് മോദി ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അപ്പർ കാസ്റ്റ്, സ്പെഷ്യലി ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റി, അവരുടെ ഇടയ്ക്ക് ഇത്രമാത്രം മോദിയോട് വെറുപ്പും വിദ്വേഷവും ഏറ്റവും മോശമായ പരാമർശങ്ങളും. മനസ്സിലാക്കുക, ഇതിലേറ്റവും കൂടുതൽ മുന്നിൽ വന്നിരിക്കുന്നത് സംഘപരിവാറിൻ്റെയും ബജറാംഗ് ദളിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും നേതാക്കൾ തന്നെയാണ്. ആരെങ്കിലും പ്രതീക്ഷിച്ചോ? എൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത്, ഈ പറയുന്ന ജാതി സംഭവങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇവർ ഹിന്ദു കമ്മ്യൂണിറ്റി, ഹിന്ദുക്കളെ എല്ലാം ഒന്നായിട്ട് കാണാൻ അവരെ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ ധാരണ. പക്ഷേ UGCയുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക, ഇന്ന് വരെ ഒരു ഒപ്പോസിഷൻ പാർട്ടിയും ഒരാൾക്കാരും പറയാത്ത കാര്യങ്ങളും ഏതൊക്കെ രീതിയിലാണ് പറയുന്നത്. മോദിയുടെ തലവെട്ടും, മോദിയെ കൊന്നുകളയും, മോദിയുടെ അടക്കിയിരിക്കുന്ന ഖബർ അത് കുത്തിപ്പൊളിക്കും, തീ കത്തിക്കുന്നു. അതായത് മോദിയുടെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട്, കോലം ഉണ്ടാക്കിയിട്ട് തീ കത്തിക്കുന്നു, അതിനെ ചൂല് വെച്ച് അടിക്കുന്നു, ഏറ്റവും മോശമായിട്ട് പരാമർശിക്കുന്നു. നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്ക്, ട്വിറ്ററിൽ എന്താണ് നടക്കുന്നത്, അത് ട്രെൻഡിങ് ആയിട്ട് പോകുന്നു. അതായത് കഴിഞ്ഞ 11 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് റെക്കോർഡ് രീതിയിൽ വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഞാൻ ഇന്നും പല പോളിസീസിൻ്റെ കാര്യത്തിൽ പിന്താങ്ങുന്നില്ല. ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെൻറ്റ് അതിനെ മീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പിന്താങ്ങുന്നില്ല. ഇന്ത്യയുടെ ഫോറിൻ റിലേഷൻഷിപ്പ് അതിന് പരാജയമൊന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കും. പക്ഷേ ഇന്ത്യക്കൊരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രധാനമന്ത്രിയാണ് മോദി. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ താറടിക്കുന്നവരാണ് BJPക്കാർ. അതായത് പ്രതിപക്ഷം എന്നല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സിനും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ പ്രൊട്ടസ്റ്റ്, അത് ഇത് വല്ലാത്ത രീതിയിൽ മോദിക്കെതിരെ തിരിയുന്നു. എന്തൊക്കെയാണ് പറയുന്നത്? ചെരുപ്പ് വെച്ച് അടിക്കണം, ചെരുപ്പ് വെച്ച് ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ അടിക്കണം, അയാളെ ചവിട്ടി ഓടിക്കണം. അതിനകത്ത് OBCയുടെ കൂടെ ക്ലാസ് കയറി വന്നു. അതായത് വെർട്ടിക്കലായിട്ട് BJPക്കകത്തെ അപ്പർ കാസ്റ്റ് ബ്രാഹ്മൺസും ഠാക്കൂറും ഇവരെല്ലാം തമ്മിലടിയായി. ഇതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നേരത്തെ പല ആവർത്തി. ഇന്ത്യയിലെ കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അത് നശിക്കാൻ പോകുന്നില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എൻ്റെ ഒരു ധാരണയുണ്ടായിരുന്നു, മോദിക്കിത് മാറ്റാൻ സാധിക്കും. ഒരു പുല്ലും സംഭവിച്ചിട്ടില്ല. ഇന്നും കാസ്റ്റ് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം. ആ ശാപമാണ് ഇന്ത്യയെ മുൻനിരയിലോട്ട് നയിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം. അത് ഇന്ത്യയിൽ മാത്രമാണ് ഇന്ത്യക്കാർ ചെയ്യുന്നതല്ല. കഴിഞ്ഞതൊക്കെ 2 മാസം മുമ്പ് കാനഡയിലുണ്ടായി. അവിടെ ഒരു അപ്പർ കാസ്റ്റുകാരൻ, അവിടെ ഒരു OBC ബാക്ക്വേർഡ് ക്ലാസ്സുകാരനെ വളരെ മോശമായിട്ട് പെരുമാറി സംസാരിച്ചു. അവിടെ കേസായി. അതിൻ്റെ പേരിൽ അവിടെ അപ്പർ കാസ്റ്റുകാരനെ ശിക്ഷിച്ചു. അതായത് ഇന്ത്യക്കാരൻ്റെ സ്വഭാവം വിദേശ രാജ്യങ്ങളിൽ വരെ പോയി കാണിച്ചു. ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ ബാക്ക്വേർഡ് ക്ലാസ്സിനും ട്രൈബ്സിനാണെങ്കിലും OBC അവർക്ക് എഡ്യൂക്കേഷനിൽ കൂടെ മാത്രമേ അവർക്ക് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം കിട്ടാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണും എന്തുകൊണ്ടാണ് ബജറാംഗ് ദളും ഇതേപോലെ തന്നെയുള്ള ഹിന്ദുത്വവാദികളെന്നൊക്കെ വലിയ രീതിയിൽ ഘോരഘോരം പറയുന്നവർ എന്തുകൊണ്ടാണ് ഇവിടെ ബാക്ക്വേർഡ് ക്ലാസ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനെ എതിർക്കുന്നതിൻ്റെ കാര്യം എന്താ? കാരണം അവർ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അപ്പർ കാസ്റ്റിൻ്റെ മേൽക്കോയ്മ തീർന്നു പോകും. അതായത് പ്രധാനപ്പെട്ട കാരണം. അപ്പം ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ക്രീമി ലെയർ, അതായത് ധനപരമായിട്ട് അതിനെ ഏകദേശം ഒരു 50% പിന്തുണയ്ക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ അത് കൊണ്ടുവരാൻ പോലും ഇവിടെ സമ്മതിക്കത്തില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കി, ഇപ്പുറത്തൊരു അപ്പർ കാസ്റ്റിൻ്റെ വലിയൊരു ബ്ലോക്ക് മോദിക്കെതിരെ തെറിവിളിക്കുമ്പോൾ ബാക്ക്വേർഡ് ക്ലാസിൻ്റെയും SC ആൻഡ് ST അതിനേക്കാളും വലിയൊരു ബ്ലോക്കായിട്ട് മോദിയെ പിന്തുണയ്ക്കുകയാണ്. ഇവിടെയാണ് മോദി പെട്ടുപോകുന്നത്. എവിടെ പോകും? അതായത് ഇന്ത്യയുടെ OBC, അതായത് BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയെ
പിന്തുണയ്ക്കുന്ന, അതിൻ്റെ പേരിലാണ് BJPക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നോർത്ത് ഇന്ത്യൻ ബെൽറ്റുകളിൽ കിട്ടുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. വെസ്റ്റേൺ ഇന്ത്യയിൽ കിട്ടുന്നതിൻ്റെ കാരണം ആ OBC ഗ്രൂപ്പ്, കാരണം അവരെയും കൂടെ പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന UGC നോട്ടിഫിക്കേഷൻ്റെ അകത്ത് വന്നോടുകൂടി അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിന്, അതായത് അവരാണ് ബേസിക്കലി നരേറ്റീവ്സും എല്ലാം മോദിക്ക് വേണ്ടി ചെയ്യുന്നത്, അവരാ രണ്ടും കൽപ്പിച്ച് മോദിയെ ഇറക്കാൻ വേണ്ടി നടക്കുകയാണ്. മോദിയെ ഇറക്കാൻ വേണ്ടി നടക്കുന്ന കോൺഗ്രസ് അല്ല, മോദിയെ ഇറക്കാൻ വേണ്ടി നടക്കുന്ന പ്രതിപക്ഷമല്ല, മോദിയെ ഇറക്കാൻ വേണ്ടി നടക്കുന്ന മോദി ഭക്തന്മാരാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഒരു ചെറിയ സ്പാർക്ക് മതി ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളും ടേൺ അടിച്ചു പോകും. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് പാകിസ്ഥാൻ ബോംബിടുകയും ന്യൂക്ലിയർ ബോംബിടേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഇന്ത്യയുടെ ജാതി കോമരങ്ങളെന്ന് പറയുന്നത്. കാരണം ഇവിടെയുള്ള ബാക്ക്വേർഡ് ക്ലാസ്സിനും മറ്റുള്ളവരെ ഡെവലപ്പ് ചെയ്യാൻ ഇവർ സമ്മതിക്കത്തില്ല. കാരണം അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറീസ് ശ്രമിച്ചു, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു മതം മാറ്റമാണ് പ്രശ്നം. മതം മാറ്റം അല്ല ഇവിടുത്തെ പ്രശ്നമെന്ന് ഞാൻ ആവർത്തിച്ച് പല പ്രാവശ്യം പറയുമ്പോഴും പലർക്കും അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാര്യം എന്താ? കാരണം അവർക്ക് ഞാൻ ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ പോയ ഒരാളാണ്. ഇന്ത്യയുടെ ഇൻ ആൻഡ് ഔട്ട് അറിയാം. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ബാക്ക്വേർഡ് ക്ലാസ്സും OBC ഒക്കെ താമസിക്കുന്ന ഗ്രാമങ്ങൾ ഏറ്റവും പുറകിൽ പോയതിൻ്റെ കാരണം എന്താ? അവിടെ എഡ്യൂക്കേഷൻ കിട്ടാതെ. അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ന് അൺടച്ചബിലിറ്റി ഏറ്റവും വലിയ മഹനീയമായിട്ട് മനുസ്മൃതി കൊണ്ടു നടക്കുന്നതിൻ്റെ കാര്യം? കാരണം ഇവരെ ഒരു കാരണവശാലും അടുപ്പിക്കാൻ ഇവർ തയ്യാറല്ല. കാരണം ഇവർ കാണുന്നത് ഇവിടെ ഇന്ത്യയിലെ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത് അവർ കേഴ്സ്ഡ് ആണ്, ശപിക്കപ്പെട്ടവരാണ്. ഇത് എടുക്കണമെന്നത് ഇന്ത്യയുടെ പ്രോസ്പെറസ് ആയിട്ട് ചിന്തിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ ആഗ്രഹം, നിങ്ങളെപ്പോലെ എൻ്റെ ആഗ്രഹം. പിന്നെ എന്താണൊരു പോംവഴി എന്ന് പറയുന്നവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തേ മതിയാവത്തുള്ളൂ. ഈ കമ്മ്യൂണിറ്റിയെ സെൽഫ് സഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് ആ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കണം. ഇനി അടുത്തൊരു പോയിന്റിലോട്ട് പോകാം. എന്താണ് ഗവൺമെൻറ് UGCയിൽ ഇങ്ങനെ തീരുമാനമുണ്ടാക്കാൻ, ഇങ്ങനെ നോട്ടിഫൈ ചെയ്യാൻ കാരണം? കാരണം ഓരോ വർഷം 350-400 ഇതേപോലെയുള്ള കേസുകളാണ് ബാക്ക്വേർഡ് ക്ലാസ്സിനെതിരെ വരുന്നത്. അവർ ബേസിക്കലി ഇന്ത്യയിൽ ഏകദേശം 57ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റിയുണ്ട്. അതിനകത്ത് ആകെ 2-3 യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ SC ST ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ളത്. പിന്നെ OBC, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 2-3 യൂണിവേഴ്സിറ്റി ഉണ്ട്. അതായത് ജാമിയ മിലിയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ബാക്കിയെല്ലാം ജനറൽ കാറ്റഗറി പോകുന്നത്. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ റിസർവേഷൻ ഉണ്ട്. എന്താണ് ഇവർക്ക് ഭയം? ഇതാണ് യഥാർത്ഥ പോയിന്റ്. ഭയക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം ഇവരുടെ ഒരു പ്രാവീണ്യമുണ്ടായിരുന്നു, എല്ലായിടത്തും മൊണോപ്പൊളി ആയിട്ട് പോയി. അതിൻ്റെ അകത്ത് ഇറോഷൻ വരാൻ തന്നെ. കാരണം ഇവരുടെ ആൾക്കാർ മെറിറ്റിലോട്ട് വരുന്നില്ല, റിസർവേഷനിലൂടെ ആൾക്കാർ കയറുന്നു. അവരിവരെ ധിക്കരിക്കാൻ തുടങ്ങി. ഈ ധിക്കാരം എന്ന് പറയുന്നത് അവൻ്റെ ജസ്റ്റിസ് അവൻ ചോദിച്ച് വാങ്ങുകയാണ്. ദളിത് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഈ പബ്ലിക് ആണെങ്കിൽ മറ്റുള്ളിടത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ കേസുകൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നമാണ്. ഇതിൻ്റെ പേരിലാണ് ഇവർ മതപരിവർത്തനമെന്നും പറഞ്ഞുകൊണ്ട് ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ധാർമ്മിക മൂല്യം ആ സംഭവങ്ങളും മതപരിവർത്തനം വന്നു കഴിഞ്ഞാൽ ഈ ദളിത് അട്രോസിറ്റീസ് ആക്ടിൻ്റെ അത് കയറി വരുന്നില്ല. ഈ പറയുന്ന ദളിതും ഈ പാവം പിടിച്ച ട്രൈബ്സിനെ ഉപദ്രവിക്കുകയും ചെയ്യാം. ഇതാണിത് ക്ലബ്ബ് ചെയ്ത് കളിക്കുന്നത്. ഈ ഗെയിം എന്ന് പറയുന്നത് ഇവർക്ക് ഒരു നിവൃത്തിയുമില്ലാതെ ചെയ്യുന്നതാണ്. അതതിൻ്റെ കാരണം. നിങ്ങൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ പോയി നോക്കുവാണെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഈ ഗ്രാമങ്ങളെന്ന് പറയുന്ന സംഭവങ്ങളും മാറാൻ തുടങ്ങി. കാരണം ഗ്രാമങ്ങളിലുള്ള ദളിത് കമ്മ്യൂണിറ്റിക്കും അതേപോലെ ട്രൈബിനും അവർക്ക് എഡ്യൂക്കേഷനും അതേപോലെ ഹെൽത്തും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞപ്പം ഇവർ ഈ പറയുന്ന പോലെ 50-60 രൂപയ്ക്ക് ഇവർ ജോലി ചെയ്യാൻ പോകുന്നില്ല. അതായത് ഇവൻ്റെ കാലെ തൊടാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് കാരണം. ഉറപ്പായിട്ടും മറ്റൊരു സോഷ്യൽ ഫാക്ടറുണ്ട്. കാരണം ഇവിടെയുള്ള അർബൻ ക്ലാസ്സിലും അതേപോലെ തന്നെ അപ്പർ കാസ്റ്റിലുള്ള പല ആൾക്കാർക്കും, അതായത് ചെറിയൊരു വിഭാഗത്തിന് അവർക്ക് വിദേശത്ത് പോയി പഠിക്കണം, അവർക്ക് ഇന്ത്യ വിട്ടു പോകണം. അതോടുകൂടി അപ്പർ കാസ്റ്റിൻ്റെ ഡോമിനേഷൻ വരാൻ പോകുന്ന 10 വർഷം ഞാൻ കൃത്യമായിട്ട് പറയാം.
ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാകും. എല്ലാ സെക്ടറിലും ഇല്ലാതാകും. അഡ്മിനിസ്ട്രേഷൻ സെക്ടറിൽ ഇല്ലാതാകും. പൊളിറ്റിക്കൽ സെക്ടറിൽ ഇവരുടെ മൊണോപ്പൊളി നശിച്ചു പോകും. അതേപോലെ തന്നെ ജുഡീഷ്യറി. ഇതൊക്കെ പോയി കഴിയുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ കയ്യിലല്ല ഇനിയും ഗെയിം. അതുകൊണ്ടാണ് പല ആവർത്തി പറഞ്ഞത് വരാനുള്ളൊരു സംഭവമുണ്ട്. കാരണം ഇവർക്കെല്ലാം ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും എല്ലാം കിട്ടി ഇവർ മുന്നോട്ടങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ കടപൂട്ടി നാട് വിടാൻ പോകുന്നൊരു കൂട്ടരുണ്ട്. ഇന്ത്യ ഇത്രമാത്രം മോശമായിട്ട് വളരെ ക്രൂരമായ രീതിയിൽ അടിച്ചമർത്തി ഭരിച്ചുകൊണ്ടിരുന്ന ചില അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റി അവൻ്റെയൊക്കെ വെടി തീരാൻ പോവുകയാണ്. അതിൻ്റെ ഒരു സൂചനയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മോദി ഗവൺമെൻറ്റിന് ഈ പറയുന്ന റിവോക്ക് ചെയ്യാൻ പറ്റുമോ? അതോട് മണ്ഡൽ അതേപോലൊരു വലിയൊരു ഇഷ്യൂ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നുമില്ല. കാരണം ഇതോടുകൂടി എല്ലാവർക്കും പിടികിട്ടി ഹിന്ദു ഖത്രാമേ, ഹിന്ദു ഡേഞ്ചർ എന്ന് പറയുന്നത് അവർ ബ്രാഹ്മൺസിൻ്റെ അപ്പർ കാസ്റ്റിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ദളിറ്റ്സിൻ്റെയും ബാക്ക്വേർഡ് ക്ലാസിൻ്റെ കാര്യത്തിൽ അവർക്ക് യാതൊരു ശതമാനം പോലും താല്പര്യമില്ല. അല്ലെങ്കിൽ കട്ടർ ആയിട്ടുള്ള കാസ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ കൊടുക്കുമ്പോഴും അറിയപ്പെടുന്നവരാണ് കൊടുക്കുമ്പോഴും മനസ്സിലാക്കണം ഇവന്മാർക്ക് ഭയം തുടങ്ങി. ആ ഭയമാണ് UGC നോട്ടിഫിക്കേഷൻ്റെ പിറകിൽ ഇത്രയും പൊട്ടിത്തെറിക്കാനുണ്ടായ കാരണം. വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യ ചേഞ്ച് ആകും. ആ ചേഞ്ചിൻ്റെ സംഭവമാണ് ഈ ഓരോ ദിവസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഭയമാണ് കാരണം ഇനി അവർക്കറിയാം ഇനി ഫർദർ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കൽ തമിഴ്നാട്ടിൽ എങ്ങനെയായിരുന്നു ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി അത് ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ദ്രാവിഡിയൻ മൂവ്മെൻറ്റ് വന്ന ശേഷം ഈ തമിഴ്നാട്ടിലുള്ള ബ്രാഹ്മിൺസ് കമ്മ്യൂണിറ്റി ഒരു വലിയൊരു ശതമാനം തമിഴ്നാട് വിടേണ്ട ഗതികേട് വന്നു. അതേപോലെ തന്നെ ഇന്ത്യയിലെ അപ്പർ കാസ്റ്റുകൾ, അതായത് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി, അതായത് ഇന്ത്യയെ അടക്കി ഭരിക്കുന്നവർ, ഇന്ത്യയുടെ ബാക്ക്വേർഡ് ക്ലാസ്സിനെയും ദളിറ്റ്സിനെ അടക്കി ഭരിക്കുന്നവർ, അവർക്കും ഇന്ത്യയിൽ നിന്ന് ഗുഡ് ബൈ പറയേണ്ട സ്ഥിതിയിലോട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഞാൻ 100% തർക്കമില്ലാതെ വ്യക്തമായിട്ട് പറയാൻ അവർക്കും വരാനുള്ള ദിവസം ഇന്ത്യയിൽ നിൽക്കാൻ പാടായിരിക്കും.